നമസ്കാരം. TCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേര കർഷകർക്ക് ആശ്വാസ വാർത്തയുമായി പിലിക്കോട് ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രം. തെങ്ങിന്റെ ഉപോൽപ്പന്നങ്ങൾ വഴി മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഗവേഷണത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ദേശീയപാതയിലെ കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. കാലിക്കടവ് PWD റെസ്റ്റ് ഹൌസിന് സമീപത്താണ് ഭീഷണിയുമായി കൂറ്റൻ മരം നിലകൊള്ളുന്നത്. സാന്ത്വനത്തിന്റെ നേർക്കാഴ്ചയായി ഒരുപറ്റം വിദ്യാർത്ഥികൾ. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ കാരുണ്യ കൂട്ടായ്മ ഒരുങ്ങുന്നത്. വാർത്തകളിലേക്ക് വിശദമായി. വില തകർച്ചയിൽ ദുരിതമനുഭവിക്കുന്ന കേര കർഷകർക്ക് ആശ്വാസ വാർത്തയുമായി പിലിക്കോട് ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രം. തെങ്ങിന്റെ ഉപോൽപ്പന്നങ്ങൾ വഴി മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഗവേഷണ കേന്ദ്രം ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. വില തകർച്ച കാരണം കേര കർഷകർ കടുത്ത ദുരിതമനുഭവിക്കുന്ന ഘട്ടത്തിലാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പുതിയ പരിഹാരമാർഗം കണ്ടെത്തിയിരിക്കുന്നത്. തെങ്ങിന്റെ ഉപ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കേര കർഷകർക്ക് വലിയൊരളവോളം ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്നും ഗവേഷണ കേന്ദ്രം ഉദ്യോഗസ്ഥർ പറയുന്നു. തെങ്ങിന്റെ പൂക്കുലയിൽ നിന്നെടുക്കുന്ന നീര, കരിക്ക്, ശർക്കര തുടങ്ങിയവയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഉപ ഉൽപ്പന്നങ്ങൾ. തെങ്ങിൻ പൂക്കുലയിൽ നിന്നെടുക്കുന്ന നീര കള്ളാക്കുന്നതിന് മുമ്പ് എടുത്ത് പുളിക്കാതെ വയ്ക്കണം. ഇത് റെഫ്രിജറേറ്റർ കണ്ടീഷനിൽ 3 മാസം വരെ ഉപയോഗിക്കാൻ കഴിയും. ആൽക്കഹോളിൻ്റെ അംശം തീരെയില്ലാത്ത നീര ഏതു വിഭാഗക്കാർക്കും ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. തെങ്ങിൽ നിന്ന് തേങ്ങ മാത്രമാണ് വരുമാനമായി കണക്കാക്കുന്നതെങ്കിൽ വർഷം 1500 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുക. നീര ഉൽപ്പാദിപ്പിച്ചാൽ ഒരു മാസം 1000 രൂപ ലഭിക്കും. 6 മാസം വരെ തെങ്ങിൽ നിന്ന് നീര എടുക്കാൻ കഴിയും. ബാക്കി 6 മാസം തേങ്ങയും ലഭിക്കും. അങ്ങനെ വന്നാൽ വർഷം 6500 രൂപയോളം പ്രതിവർഷം കർഷകന് ലഭിക്കും. കരിക്ക്, ശർക്കര തുടങ്ങിയവയും കേര കർഷകന് തെങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. എക്സൈസ് വകുപ്പിൻ്റെ അനുമതി ലഭിക്കുക എന്നത് മാത്രമാണ് നീര വിപണിയിലിറക്കാൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. ഇത് പരിഹരിക്കപ്പെട്ടാൽ കാർഷിക ഗവേഷണ കേന്ദ്രം നീര വിപണിയിലിറക്കും. കൂടുതൽ കേര കർഷകരെ ഉൾപ്പെടുത്തി നീര നിർമ്മാണം സജീവമാക്കാനും പദ്ധതിയുണ്ടെന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ B. ജയപ്രകാശ് നായിക് പറഞ്ഞു. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടിപ്പോൾ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇതൊരു പറഞ്ഞ അവർ കള്ള് പ്രധാനമായിട്ട് നീര എടുത്തിട്ട് ആദ്യം ഈ നീരെന്ന് പറയുമ്പോൾ ഫ്രഷായിട്ടുള്ള ഇതാണ്, കള്ളാണ്. നമ്മൾ പൂങ്കലയിൽ നിന്ന് ഫ്രഷായിട്ട് എടുത്തിട്ടുള്ള നീരാണ്. അപ്പോൾ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോൾ അത് പൊളിച്ചിട്ട് ലഹരി ഉള്ളൊരു പാനീയമായിട്ട് വികസിപ്പിച്ചു. അപ്പോൾ അത് ലഹരി ഉള്ളതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് വകുപ്പ് ഇതിന് ലൈസൻസ് നൽകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതില്ലാത്തതുകൊണ്ട്, ലഹരി ഇല്ലാത്ത ഒരു പാനീയമായിട്ട് മാത്രമേ ഇതിന് നമ്മൾ പാനീയമായിട്ട് നമുക്ക് വിതരണം ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റും അതേപോലെ എക്സൈസ് വകുപ്പ് ആലോചിച്ചിട്ട് ഇത് ലഹരി ഇല്ലാത്തൊരു പാനീയമായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് ചെത്താനുള്ള ലൈസൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സർക്കാർ തലത്തിൽ അനുകൂല നടപടി കൂടി ഉണ്ടായാൽ കേര കർഷകർ ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും പരിഹാരം കാണാൻ കഴിയും. കാലിക്കടവ് ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം. ദേശീയപാതയിൽ PWD റെസ്റ്റ് ഹൌസിന് സമീപത്താണ് കൂറ്റൻ മരം ഉണങ്ങി നിൽക്കുന്നത്. കാലിക്കടവ് ടൗണിന് സമീപം ദേശീയപാതയിൽ PWD റെസ്റ്റ് ഹൌസിന് സമീപത്തായാണ് കൂറ്റൻ തണൽ മരം ഉണങ്ങി നിൽക്കുന്നത്. ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് മരമുള്ളത്. പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് സമീപത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളും യാത്രക്കാരും നിരവധിയാണ്. മുഴുവനായും ഉണങ്ങി നിൽക്കുന്ന മരം ഏതു നിമിഷവും നിലംപതിക്കും. അതുകൊണ്ട് തന്നെ മരം വേഗത്തിൽ മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. ദേശീയപാത വിഭാഗത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇടയിലക്കാട് ബണ്ടിന് മുകളിൽ പോലീസ് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ബണ്ടിന് മുകളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. രാത്രികാലങ്ങളിൽ ഇടയിലക്കാട് ബണ്ടിന് മുകളിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ചന്ദര പോലീസ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. വൈകുന്നേരങ്ങളിലും രാത്രിയിലും പരസ്യ മദ്യപാനം, സ്ത്രീകൾക്ക് നേരെ മോശം പെരുമാറ്റം എന്നിവ ബണ്ടിന് മുകളിൽ നടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബണ്ടിന് മുകളിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ഇതര അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിരുന്നു. പഞ്ചായത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. നാട്ടുകാർ ചന്ദര പോലീസിൽ ഇതെല്ലാം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പോലീസ് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളും സാമൂഹിക വിരുദ്ധർ മുഴുവനായും നശിപ്പിച്ചു.
ഇടയിലക്കാട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും നടക്കുന്ന ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാടക്കാലിലെ കെ ബാബുവിൻ്റെ കുടുംബത്തിന് സാന്ത്വനത്തിൻ്റെ പൊൻകിരണവുമായി കൈക്കോട്ടുകടവ് സ്കൂൾ വിദ്യാർത്ഥികൾ. ഇവർ താമസിച്ച വീട് കത്തി അമർന്നതിനെ തുടർന്ന് നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വീട് പൂർത്തീകരിച്ചു നൽകാനാണ് വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തത്. ഇതേ സ്കൂളിൽ പഠിക്കുന്ന സംഗീതയുടെ വിദ്യാഭ്യാസ ചെലവും വിദ്യാർത്ഥികളും അധ്യാപകരും വഹിക്കും. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മഹത്തായ സേവന പ്രവർത്തനത്തിന് മാതൃകയാകുന്നത്. തീ ചാമ്പലാക്കിയ മാടക്കാലിലെ കെ ബാബുവിൻ്റെ പഴയ വീടിന് പകരം നിർമ്മാണം നിലച്ച വീട് പൂർത്തീകരിച്ച് നൽകാനാണ് വിദ്യാർത്ഥികൾ കൈകോർക്കുന്നത്. ബാബുവിൻ്റെ മകൾ സംഗീത കൈക്കോട്ടുകടവ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സംഗീതയുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവനായും വഹിക്കാനും വിദ്യാർത്ഥികൾ സന്നദ്ധരായി കഴിഞ്ഞു. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ബാബുവും കുടുംബവും താമസിച്ച വീട് കത്തി നശിച്ചത്. ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഇവരുടെ സർവ്വസ്വപ്നവും തീ കവർന്നെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് 2009-ൽ വീട് അനുവദിച്ചിരുന്നു. ഇതിൻ്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിലാണ്. ഇതിൻ്റെ നിർമ്മാണം മുഴുവനായും കൈക്കോട്ടുകടവ് സ്കൂൾ വിദ്യാർത്ഥികൾ പൂർത്തീകരിച്ചു നൽകും. ഇതിനാവശ്യമായ ചിലവ് ഇവർ തന്നെ കണ്ടെത്തും. സ്കൂൾ PTA-യും അധ്യാപകരും നിറഞ്ഞ മനസ്സോടെ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. പാഠപുസ്തകങ്ങളെല്ലാം അഗ്നി വിഴുങ്ങിയ സംഗീതയുടെ തുടർ പഠനത്തിനാവശ്യമായ ചിലവുകളും വിദ്യാർത്ഥികളും PTA-യും വഹിക്കും. അധികം വൈകാതെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. സംഗീത എന്ന വിദ്യാർത്ഥിയുടെ മാടക്കാല വീട് കത്തി നശിച്ചിരുന്നു. അതിൻ്റെ കോൺക്രീറ്റിൻ്റെ പണി തീർത്ത് വീട് താമസയോഗ്യമാക്കി കൊടുക്കുവാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും PTA-യും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആ വിദ്യാർത്ഥിയുടെ പഠനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാനും PTA തീരുമാനിച്ചിട്ടുണ്ട്. ജീവിത സ്വപ്നങ്ങളെല്ലാം അഗ്നി ചാമ്പലാക്കി എന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ഈ നിർധന കുടുംബത്തിന് വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് ഉണ്ടായിരിക്കുന്നത്. മഹത്തായ ഈ പ്രവർത്തനത്തിന് നാട്ടുകാരുടെ സഹായം കൂടി ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണവുമായി തൃക്കരിപ്പൂർ പീസ് സ്കൂൾ വിദ്യാർത്ഥികൾ. തൃക്കരിപ്പൂർ ടൗണിലെ വ്യാപാരികൾക്കും ഇതര സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് വിരുദ്ധ ലഘുലേഖകൾ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു. വരും തലമുറയ്ക്ക് ഒരു നല്ല നാളെ കാഴ്ചവെക്കാനും ഭൂമിയെ സുരക്ഷിതവും ശുദ്ധവുമാക്കുന്നതിനും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണമെന്ന് വിദ്യാർത്ഥികൾ ലഘുലേഖയിലൂടെ ആവശ്യപ്പെടുന്നു. പ്ലാസ്റ്റിക് ഉയർത്തുന്ന ദോഷഫലങ്ങളും വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേര കർഷകർക്ക് ആശ്വാസവാർത്തയുമായി പിലിക്കോട് ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രം. തെങ്ങിന്റെ ഉപോൽപ്പന്നങ്ങൾ വഴി മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഗവേഷണത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ദേശീയപാതയിലെ കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. കാലിക്കടവ് PWD റെസ്റ്റ് ഹൌസിന് സമീപത്താണ് ഭീഷണിയുമായി കൂറ്റൻ മരം നിലകൊള്ളുന്നത്. സാന്ത്വനത്തിന്റെ നേർക്കാഴ്ചയായി ഒരുപറ്റം വിദ്യാർത്ഥികൾ. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ കാരുണ്യ കൂട്ടായ്മ ഒരുങ്ങുന്നത്. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.